നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 5 ശ്രാവണ മാസത്തിലെ 3-ാമത്തെ തിങ്കളാഴ്ചയാകുന്നു. ഇന്നേ ദിവസം ചില അത്ഭുതകരമായ കാര്യങ്ങൾ ജ്യോതിഷപ്രകാരം സംഭവിക്കുന്ന ദിവസം കൂടിയാണ്. കർക്കിടകത്തിന് ശേഷം ചന്ദ്രൻ ചിങ്ങം രാശിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. സൂര്യൻ ചന്ദ്രന്റെ കർക്കിടക രാശിയിലും ചന്ദ്രൻ സൂര്യന്റെ രാശിയായ ചിങ്ങത്തിലും നിൽക്കുകയും ചെയ്യുന്നതിനാൽ രാശി പരിവർത്തനയോഗമാണ് സംഭവിക്കുന്നത്. കൂടാതെ ഇന്ന് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രതിപാദ തിഥി കൂടിയാകുന്നു. അതിനാൽ തന്നെ ഈ ദിവസം രാശി വ്യതിപത യോഗവും ആയില്യം നക്ഷത്രവും ചേർന്ന ശുഭകരമായ സംയോജനവും സംഭവിക്കുന്നതായ ദിവസമാകുന്നു. ഇത്തരത്തിൽ നോക്കുമ്പോൾ ചില രാശിക്കാർക്ക് ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെ പറയാം. പ്രധാനമായും ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ഇന്നേ ദിവസം ഇവർക്ക് സംഭവിക്കാവുന്നതുമാണ്. ജാതകത്തിൽ ചന്ദ്രദേവന്റെ സ്ഥാനം ശക്തിപ്പെടുകയും മഹാദേവന്റെ അനുഗ്രഹം നിലനിൽക്കുകയും ചെയ്യും. അത്തരത്തിൽ ഇന്നേ ദിവസം ഇവർക്ക് ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത്. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 5 ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാണ് എന്ന് തന്നെ പറയാം. കാരണം ഇവരുടെ ജീവിതത്തിലേക്ക് പലവിധ ആഗ്രഹങ്ങളും വന്നു ചേർന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അതിവർക്ക് ശരിയായ രീതിയിൽ നടത്തിയെടുക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. അതുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ മനസ്സിലുണ്ട്. എന്നാൽ മഹാദേവന്റെ കൂടി അനുഗ്രഹം കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ ഇത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ചില ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ചില പുതിയ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് വാഹനമോ സ്ഥലമോ അത്തരത്തിൽ പല കാര്യങ്ങളും വാങ്ങുവാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അത്തരം ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതലാകുന്നു. ഇന്നേ ദിവസം പൊതുവിൽ നിങ്ങൾക്ക് ഒരു ശുഭകരമായ ദിവസമായിരിക്കും. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നേ ദിവസം പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ അനുകൂലമായ രീതിയിൽ തന്നെ സമയം ചെലവഴിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ദാമ്പത്യ ജീവിതവും നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും. പ്രണയികൾക്കും ഇന്നേ ദിവസം അനുകൂലമാണ് ദിവസം. ഇന്നേ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട് മികച്ചതായ ചില കാര്യങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ തൊഴിൽപരമായ പുരോഗതിക്ക് മികച്ചതായ അവസരങ്ങൾ കടന്ന് വന്നു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഇന്നേ ദിവസം കൂടുതലാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും ശുഭകരമായ ദിവസം തന്നെയാണ് എന്ന് പറയാം. മിഥുനം രാശിയിലുള്ള വ്യക്തികൾക്ക് ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രത്യേകമായി സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പറയുന്നത് പൊതുഫല പ്രകാരമാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുകയോ അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലോ ആകാം. അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ, ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത് സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ആയി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ചില അനുകൂലമായ വാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം കടന്ന് വന്നു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതോടൊപ്പം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാനോ നിങ്ങൾക്ക് അത് അനുകൂലമായി മുന്നോട്ട് കൊണ്ടുപോകുവാനോ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതായ ദിവസമാകുന്നു.
അത്തരത്തിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് പ്രധാനമായും ചില കാര്യങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. അതുവഴി ബിസിനസ്സിൽ വിജയങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും കടന്നു വരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മഹാദേവന്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ പല പ്രശ്നങ്ങളും, അഭിപ്രായ വ്യത്യാസങ്ങളും, പല രീതിയിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം നിങ്ങളുടെ ആശയ വിനിമയ കഴിവുകൾ മികച്ചതായി തീരും. നേട്ടങ്ങൾക്കുള്ള സാധ്യത ഇന്നേ ദിവസം കൂടുതലാണ് എന്ന് നിസ്സംശയം പറയാം. കന്നി രാശിക്കാർക്ക് പൊതുവിൽ അനുകൂലമാണ് ഈ സമയം. കന്നി രാശിക്കാർക്ക് പലവിധ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങൾ, മികച്ചതായ അവസരങ്ങൾ വന്നു ചേരുക, ആത്മവിശ്വാസം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ശത്രുക്കൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ചടികൾ നൽകുവാനോ അല്ലെങ്കിൽ അവരെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാനോ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ആരെല്ലാം നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നുവോ അവർ പരാജയപ്പെടുവാൻ ഇന്നേ ദിവസം സാധ്യത അല്പം കൂടുതലാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പ്രധാനപ്പെട്ട ജോലികൾ അത് മഹാദേവന്റെ കടാക്ഷത്താൽ കൂടി തന്നെ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ധനനിക്ഷേപവുമായി ബന്ധപ്പെട്ടും ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സഹപ്രവർത്തകർ, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ശുഭകരമായ വാർത്തകൾ കേൾക്കുകയോ സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം കടന്ന് വരാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പൂർണ്ണമായ പിന്തുണ സഹപ്രവർത്തകരിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പണം ലാഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം പരമശിവനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. മീനം രാശിക്കാർക്ക് ഇന്നേ ദിവസം ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസമാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് മികച്ചതായ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ആത്മീയ പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ഇന്നേ ദിവസം സഹോദരങ്ങൾ, പിതാവ് എന്നിവരുമായി ബന്ധപ്പെട്ടും ബന്ധം മികച്ചതായി തീരും. കൂടാതെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ജോലികളും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഇന്നേ ദിവസം അത് ശരിയായ രീതിയിൽ ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പങ്കാളിത്തത്തോടെ ബിസിനസ്സുകൾ ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. അഥവാ അത്തരം കാര്യങ്ങളിൽ അല്പം ലാഭം നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ ഉയർച്ചകൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് മികച്ചതായ രീതിയിൽ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സുഹൃത്തുക്കളുമായി ഉല്ലസിക്കുവാനുള്ള അവസരങ്ങൾ, അതിനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് സമയം. സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും ഇന്നേ ദിവസം ഭാഗ്യം തുണയ്ക്കുന്നതാകുന്നു. എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാത്തതിനാൽ ചില കാര്യങ്ങളിൽ ചില രീതിയിലുള്ള തടസ്സങ്ങൾ, ചില നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പലവിധ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഇന്നേ ദിവസം മഹാദേവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക.